ഹലോ, ഇന്ന് എനിക്കിവിടെ നല്ല കപ്പ കിട്ടി. അതുകൊണ്ട് 2 കപ്പ വിഭവങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കപ്പ പുഴുക്ക് നിങ്ങളെല്ലാവരും കഴിക്കാറുണ്ടാവും. ഓരോ നാട്ടിൽ ഓരോ തരമാണ് കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മിന്നീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കപ്പ തൊലി കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വരാം. തൊലി കളഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അതിൽ ചളിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെള്ളത്തിലേക്ക് ഞാൻ മുറിച്ചിടുകയാണ്. കപ്പ മുറിച്ചിട്ടോണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും കപ്പ മുറിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്ത് കഴിക്കും. അങ്ങനെ കപ്പയെല്ലാം മുറിച്ച് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നു. ഒരു പാത്രത്തിൽ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കപ്പ ഇടാം. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കൂടുതൽ വെച്ച് അതിനകത്തിട്ട് തിളപ്പിച്ച് നന്നായിട്ട് എടുക്കണം. മൂടി വയ്ക്കാൻ പാടില്ല. കപ്പയെല്ലാം ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാതെ വേവിക്കണം. കുക്കറിൽ ഒരിക്കലും കപ്പ വേവിക്കരുത്. ഇങ്ങനെ കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ച് വേവിക്കണം. അതിൻ്റെ ആവി പുറത്തേക്ക് പോകണം. ഇല്ല, കപ്പ കഴിച്ചാൽ നമുക്ക് കുറച്ച് മലുക്ക് പിടിച്ച പോലെ ഉണ്ടാവും. അതിൻ്റെ അകത്ത് സയനൈഡിൻ്റെ അംശം കുറച്ചുണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം എപ്പോഴും കപ്പ ഉണ്ടാക്കാൻ. ഇന്ന് എനിക്ക് കപ്പയും അയില മുളകിട്ടതുമാണ് ഇവിടെ ഉള്ളത്. മറ്റേ അടുപ്പത്ത് അയില മുളകിട്ടത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പയുടെ പണി നോക്കാം. നല്ലോണം വേവുന്ന നല്ല കപ്പയാണ് കേട്ടോ. കണ്ട നല്ല പൊടി പൊടി പോലെ ആവുന്ന കപ്പയാണ്. അതങ്ങനെ തിളച്ച് വെന്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം. ഞാൻ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് മുഴുവൻ വെള്ളം കളഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് കപ്പ ഉണ്ടാക്കേണ്ടത്. കപ്പ വെന്ത് കഴിഞ്ഞ് അതേ വെള്ളത്തിൽ തന്നെ ഒരിക്കലും കപ്പ ഇനി മസാല ഇടാൻ പാടില്ല. കപ്പ വെള്ളം കളയുന്നതിൻ്റെ മുമ്പേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ശേഷം വേണേൽ കളയാം. ഞാൻ വെള്ളം കളഞ്ഞ ശേഷമാണ് ഇതിനകത്ത് ഉപ്പിടുന്നത്. ഇനി ഉപ്പിട്ട് കുറച്ച് മസാല ഇടാം. ഇനി ഇതിനകത്ത് 2 ചെറിയ ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് എരിവില്ലാത്തൊരു മുളകാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വറ്റി കിട്ടണം. നന്നായിട്ട് ഒന്നും കൂടി അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്ക് കപ്പ കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് ഞാൻ കപ്പയിൽ എപ്പോഴും വെളുത്തുള്ളി ചേർക്കുന്നത്. മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിൽ അധികം കഷ്ണങ്ങളില്ലാതെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് കപ്പ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മസാലയൊന്നും ഇല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിക്ക് വേണ്ടിയാണ്. ആദ്യം നമുക്ക് കടുക് പൊട്ടിച്ച് മസാലയുള്ള റെസിപ്പി ഉണ്ടാക്കാം. കപ്പ താളിക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു മൂടി എടുത്ത് മൂടി വെച്ചു. കടുകെല്ലാം പൊട്ടി തീർന്നു. നമുക്കിനി മൂടി തുറന്ന് നോക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 2 വറ്റൽമുളകും കൂടി ഇടാം. ഞാനത് ഇട്ടിട്ടില്ല. ഇത് മീൻകറിയും കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണ് വറ്റൽമുളക് ഇടാതെ താളിച്ചത്. മീൻകറി അത് കൂട്ടാതെ തനിയെ കഴിക്കുകയാണെങ്കിൽ നമുക്കിൻ്റെ അകത്ത് 2 വറ്റൽമുളകും കൂടി ഇട്ട് താളിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കടുക് താളിച്ചതിൻ്റെ അകത്ത് കപ്പയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉടച്ചെടുത്തു. ഇനി നമുക്കിത് മീൻകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. അയിലയാണ് പുളിയും മുളക് ഇട്ട് വെച്ചത്. അതും കൂടി ചേർത്ത് കഴിക്കാൻ എന്താ അടിപൊളി ടേസ്റ്റ് എന്നറിയാം. അങ്ങനെ ഒരു കപ്പപ്പുഴുക്കും മീൻകറിയും റെഡിയായി. ഇനി അടുത്ത റെസിപ്പിയായ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അടുത്ത റെസിപ്പിക്ക് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചിട്ട് വരാം. ഇതെല്ലാം കൂടി മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം. വല്ലാണ്ട് അരയേണ്ട, ഒരു ചമ്മന്തി രൂപത്തിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ചതച്ച് വന്നു. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയ ശേഷം വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. ഞാനിന്ന് ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ട് നമുക്ക് ഇനി പുഴുങ്ങി വെച്ച കപ്പ അതിലേക്കിടാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അല്ലാതെ കട്ടിയിൽ വേണമെങ്കിൽ വെള്ളം ചേർക്കണമെന്ന് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് ഇടാം. ഉപ്പ് ആദ്യം ചേർത്ത് വേണേ വാർക്കാൻ. ഞാൻ വാർക്കുന്ന സമയത്ത് ഉപ്പിടാത്ത കാരണമാണ് ഇപ്പോൾ ഉപ്പിടുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ചതച്ച് വന്ന തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ചേർന്ന് മിശ്രിതത്തിനകത്തേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ.
നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും. 2 കപ്പപ്പുഴുക്കും നല്ല ടേസ്റ്റ് തന്നെ. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് കഴിക്കാം. പച്ചമുളകിൻ്റെയും തേങ്ങേൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കപ്പപ്പുഴുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ അറിയാത്ത കുറേ പേരുണ്ട്. കപ്പ ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഇട്ടത് കേട്ടോ. അങ്ങനെ കപ്പപ്പുഴുക്ക് റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മിനീസ് അടുക്കള സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. See you again. Bye.